ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. ഇന്നലെ അറസ്റ്റിലായ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കടകംപള്ളിയിലേക്ക് എത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയിലാണോ കട്ടിളപ്പാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് എന്നാണ് പരിശോധന. പത്മകുമാറിന് കുരുക്കായി വാസുവും മൊഴി നൽകിയിട്ടുണ്ട്. പത്മകുമാറും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. പോറ്റിയുടെ അപേക്ഷയിൽ പത്മകുമാർ അമിത താല്പര്യമെടുത്തെന്നും എൻ വാസു മൊഴി നൽകിയിട്ടുണ്ട്. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകാനും സാധ്യതയേറെ. വിവരങ്ങൾ നൽകാനായി സിജോ വി ജോൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് പത്മകുമാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയിലേക്ക് എത്തിച്ചേരുമോ അന്വേഷണ സംഘം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പായിരിക്കും. മാത്രമല്ല, പത്മകുമാറിന് കുരുക്കാകുന്ന ഒരുപാട് മൊഴികൾ എൻ വാസു ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഒരു വ്യക്തതയുണ്ടാകും. ഇനി എന്തായാലും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൂടെ കടന്നിരിക്കുന്നു. തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അടുത്തത് ആര് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിന്നിരുന്നത്. അത് കടകംപള്ളി സുരേന്ദ്രൻ ആണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തേടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ പത്മകുമാർ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. ഈ കട്ടളപ്പാളിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആദ്യം അപേക്ഷ വരുന്നത് സർക്കാരിനാണ്. സർക്കാരിന് സ്വാഭാവികമാകുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം ഈ പറയുന്ന പോലെ ദേവസ്വം വകുപ്പിനാണ്. അത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു അപേക്ഷ അത് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്ത് വരികയാണ് ചെയ്തത്. അതിൽ ഉദ്യോഗസ്ഥർ തുടർ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തനിക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല. ഇത് എന്തെങ്കിലും തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലായിരുന്നെങ്കിൽ താൻ അതിന് കൂട്ടുനിൽക്കുകയില്ലായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മൊഴിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി ഇയാളെ പത്മകുമാറിനെ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അതിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കൂട്ടൽ. ഈ പത്മകുമാർ പറയുന്ന കാര്യത്തെ പൂർണ്ണമായും അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് എന്നുകൊണ്ട് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് ഈ കാര്യത്തിൽ സംഘം കടക്കുകയും ചെയ്യുന്നത്. അതിനിടെ ഏറ്റവും പുതുതായി വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് എൻ വാസുവിന്റെ മൊഴിയും ഇയാൾക്ക് പത്മകുമാറിന് കുരുക്കാവുന്നു എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളെല്ലാം ഈ പാളികൾ കൊണ്ടുപോകുന്നതിനെല്ലാം അമിതമായ താല്പര്യം പത്മകുമാർ അന്നെടുത്തു. പത്മകുമാറാണ് അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയെന്നുള്ളതാണ് വാസുവിന്റെ മൊഴി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം വെറും 4 മണിക്കൂർ മാത്രം ചോദ്യം ചെയ്തതിനു ശേഷം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് സംഘം കടക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ CPM-നെയും സർക്കാരിനെയൊക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ്, ഈ പത്മകുമാറിന്റെ പങ്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയുന്നത്. ഇന്ന് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുണ്ട്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് നടപടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.